എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നാൾക്ക് മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഞാനിത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. കാരണം ഈ ചീനച്ചട്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാറ്റിക്കൂടെയെന്ന്. പക്ഷേ ഇതിലാണ് ഒന്ന് വഴറ്റിയെടുക്കാനും ഒക്കെ ഒരു പെർഫെക്റ്റ്. ഞങ്ങളിത് അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഒരു നോൺ സ്റ്റിക്കിൻ്റെ സെയിം ഗുണം ചെയ്യുന്ന വേറൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ കാണാത്തത് കൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഇത് മുമ്പിൽ കൊണ്ടുവരത്തില്ല. പിന്നെ ഈ റെസിപ്പി ഇടണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു, എങ്കിലും അത് ചെയ്യാതിരിക്കാൻ തോന്നാത്തത് കൊണ്ട് മാത്രമാണ് റെസിപ്പി ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് നല്ലപോലെ 2 വെള്ളത്തിൽ കഴുകി പിന്നെ എണ്ണയൊന്നും ചേർക്കാതെ ചീനച്ചട്ടിയിലൊന്ന് വറുത്തെടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ഒരുപാട് നേരം കുതിർത്തൊന്നും വെക്കരുത്, നമുക്ക് നല്ല കറമുറാന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാള ചേർത്തിട്ടുണ്ട്. സവാളയെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വഴണ്ട് വരും. അപ്പോൾ ഞാൻ അതിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിനധികം ബ്രൗൺ കളറൊന്നും ആകണ്ട, ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമെന്ന് വാടി തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് തക്കാളി അങ്ങനെ അവോയ്ഡ് ചെയ്യരുത്, കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ സവാള എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രിഫർ ചെയ്യാവുന്നൊരു കാര്യം ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി വെച്ച് തന്നെ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഞാനിവിടെ ഒരു ചെറിയ സവാളയും കൂടുതൽ ചുവന്നുള്ളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചുവന്നുള്ളി ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ പരുവാവുന്ന സമയത്തിന് നമുക്ക് ഉള്ളിയും പിന്നീട് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇച്ചിരി കളറിനൂടെ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് അത് വഴറ്റി കഴിയുമ്പോൾ നമ്മളവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചെമ്മീനോ അല്ലെങ്കിൽ കൊഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, അതിട്ട് കൊടുക്കുക. നല്ലപോലെ അതും ആ മസാലയുമായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് നിങ്ങളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് അതൊന്ന് പിടിച്ച് വന്നിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഈ അടച്ചു വെച്ച സാധനം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. മസാലയൊക്കെ അതേ പിടിച്ച് ഒന്നൊരു കുഴമ്പ് പരുവത്തിലൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇത് ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ആ പരുവാവുന്ന സമയത്തിന് നമുക്കത് മാറ്റിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൽ കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ. നമ്മുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് കൂടെ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നല്ലൊരു പച്ച ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ.